നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത്. ഇത് ഞാൻ നിന്റെ ചെറിയമ്മയിൽ നിന്ന് പറയുന്നതല്ല. ഭർത്താവിന് നഷ്ടപ്പെടരുതെന്ന് അങ്ങേറ്റം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ, അച്ഛനില്ലാതെ മക്കളെ വളർത്തേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കാൻ ഒരമ്മയാ ഞാൻ പറയുന്നതാ. ദയവ് ചെയ്ത് നീ ഇതൊന്ന് കേൾക്കണം. മോളെ, ദാ വരുന്നുണ്ട്. മൈഥിലി പ്ലീസ്, എന്റെ മോളെ കൊണ്ടുപോകരുത്. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണോ? നിന്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടി നീ എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടത്. അത് പറ്റില്ല എന്ന് പറഞ്ഞത് നീയല്ലേ? ഒരു തവണ, ഒരൊറ്റ തവണ കൂടി ഞാൻ നിന്നോട് ചോദിക്കാം. കാർത്തിക്കിന്റെ ഭാര്യയായി ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ ജീവിക്കും. ഇല്ല എന്നാണ് നീ ആവർത്തിക്കുന്ന ഉത്തരവെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ ഇനി എടുക്കുന്നത് പോയിട്ട് കാണുക പോലും. ഉത്തരം മറിച്ചാണെങ്കിൽ നിന്റെ മുമ്പിൽ ഇവിടെ തന്നെ ഈ കുഞ്ഞുണ്ടാവും. സമ്മതം. വൈകുമോളെ, എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് മാത്രം നിനക്ക് ഈ ചെമ്പകമംഗലത്ത് നിൽക്കാം. പിന്നെ കാർത്തിയേട്ടന്റെ ഭാര്യ പദവിയുടെ കാര്യം അതെനിക്കാണോ നിനക്കാണോ എന്ന് തീരുമാനിക്കേണ്ടത്? കാർത്തിയേട്ടനല്ലേ? കാർത്തിയേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ. അതിനി എനിക്കാ മീനാക്ഷി. വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട, തോറ്റുപോവേ ഉള്ളൂ. പിന്നെ വെറുതെ ശ്രമിച്ച് പരാജയപ്പെടാവുന്നേ ഉള്ളൂ. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് തകർന്നു നിൽക്കുന്ന നിന്നെ ഞാനിനി ഓരോന്ന് പറഞ്ഞ് മനസ്സ് മടുപ്പിക്കുന്നില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ജയിക്കാൻ പറ്റുമോന്ന്. ഞാൻ ജയിക്കും. എന്റെ കുഞ്ഞിനും കാർത്തിയേട്ടനും വേണ്ടി ഏതറ്റം വരെയും പോവും ഈ മീനാക്ഷി. കാണാം, നമുക്ക് കാണാം.